സിറിയൻ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി നടന്ന ജനീവ സമാധാന സമ്മേളനം വെള്ളിയാഴ്ച സമാപിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 30-ലധികം പ്രതിനിധികളും സിറിയയിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് ചർച്ചകളിൽ പങ്കെടുത്തു. എന്നാൽ തുടക്കത്തിൽ പ്രസിഡന്റ് ബാഷറുൽ അസദിന്റെ പ്രതിനിധി സംഘവും പ്രതിപക്ഷ പ്രതിനിധികളും തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചുനിന്നത് സുപ്രധാന തീരുമാനങ്ങളെടുക്കാൻ തടസ്സമായി. അസദിനെ മാറ്റി നിർത്തി ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കണമെന്ന വിമതരുടെ നിർദ്ദേശം ഭരണപക്ഷം നിരാകരിക്കുകയായിരുന്നു. പിന്നീട് ചർച്ചകൾ തുടർന്നെങ്കിലും സുപ്രധാന തീരുമാനങ്ങളൊന്നും എടുക്കാനായില്ല. ആദ്യഘട്ട ചർച്ചയുടെ തുടർച്ചയായി ഫെബ്രുവരി 10 മുതൽ രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കും. എന്നാൽ സിറിയയിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ നേർക്കുനേർ ചർച്ചയിൽ പങ്കെടുത്തത് നേട്ടമായെന്നും ഇത് രണ്ടാം ഘട്ടത്തിന് സഹായകരമാകുമെന്നും UN അറബ് സമാധാന ദൂതൻ ലക്തർ ബ്രാഹ്മി പറഞ്ഞു. I suggested we resume on the basis of an agreed agenda that we are going to prepare and send to them, that we meet on the 10th of February. എന്നാൽ സിറിയയിൽ വിമതർക്കുള്ള പിന്തുണ വർദ്ധിക്കുകയാണെന്നും സർക്കാർ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ലെന്നും സിറിയൻ നാഷണൽ പ്രസിഡന്റ് അഹമ്മദ് അൽ ജർബ അഭിപ്രായപ്പെട്ടു. لم نتوصل إلى نتائج ملموسة خلال هذا الأسبوع من الحوار. ആഭ്യന്തര യുദ്ധത്തിന് കാരണമായ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായെങ്കിലും പൂർണ്ണവിരാമത്തിന് ഇനിയും ചർച്ചകളും സമയവും ആവശ്യമാണെന്നും ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്നും സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ ബ്രാഹ്മി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.